ഒരു ജനതയെ മുഴുവൻ പട്ടിണിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ ഭാവി തന്നെ ഇരുട്ടിലാക്കിക്കൊണ്ട് നേടിയെടുത്ത ഒരു രാഷ്ട്രീയ വിജയം യഥാർത്ഥത്തിൽ ഒരു ഹിമാലയൻ അബദ്ധമായിരുന്നു. 20 വർഷങ്ങൾക്ക് മുമ്പ് വിപ്ലവത്തിൻ്റെ മണ്ണായ പശ്ചിമ ബംഗാളിനെ പിടിച്ചുകുലുക്കിയ ഇന്ത്യൻ കോർപ്പറേറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടകം ഓർക്കുന്നുണ്ടോ? ഹൂഗ്ലി ജില്ലയിലെ സിംഗൂർ. ഒരു വശത്ത് 1 ലക്ഷം രൂപയ്ക്ക് സാധാരണക്കാരന് കാറ് സ്വപ്നം കാണിച്ചു തന്ന ടാറ്റ ഗ്രൂപ്പ്, മറുവശത്താകട്ടെ കർഷക സ്നേഹത്തിന്റെ മുഖം മൂടിയും അണിഞ്ഞ് വികസനത്തിന്റെ വഴിമുടക്കാൻ നെഞ്ചും വിരിച്ച് ഇറങ്ങി തിരിച്ച ഒരു നേതാവ്. അതെ, സാക്ഷാൽ മമതാ ബാനർജി. അന്ന് അവർ സിംഗൂരിൽ നിന്നും ടാറ്റയുടെ നാനോ പ്രൊജക്ടിനെ അടിച്ചോടിച്ചപ്പോൾ വിതുമ്പിയത് ടാറ്റ മാത്രമല്ല, ടാറ്റയ്ക്ക് എന്ത് നഷ്ടം? ബംഗാളിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ തൊഴിൽ സ്വപ്നങ്ങൾ കൂടിയായിരുന്നു അത്. പക്ഷേ കാലം കാത്തുവെച്ച കാവ്യനീതി എന്നൊക്കെ പറയും പോലെ ചരിത്രം ഇപ്പോൾ തലകീഴായി മറിയുകയാണ്. എവിടുന്ന് ടാറ്റയെ നാണം കെടുത്തി പുറത്താക്കിയോ അതേ സിംഗൂരിലെ മണ്ണിലേക്ക് ടാറ്റ തിരിച്ചു വരുന്നു. ഈ വമ്പൻ വാർത്തകൾ പുറത്തു വരുമ്പോൾ ചില ട്വിസ്റ്റുകളും കൂടിയുണ്ട്. അതും മമതാ ബാനർജിയുടെ നെഞ്ചിലേക്ക് അടിവരയിട്ടുകൊണ്ട്. ബംഗാളിലെ പുതിയ BJP നേതൃത്വം ഈ നീക്കം പരസ്യമാക്കി കഴിഞ്ഞു. അത് കേവലം ഒരു ഫാക്ടറിയുടെ തിരിച്ചുവരവല്ല, മമതാ ബാനർജി എന്ന രാഷ്ട്രീയ നേതാവിന് കാലം നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഒന്നിനു പിറകെ ഒന്നായി മമത ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തിരിച്ചടികൾ! അന്ന് സിംഗൂരിൽ മമത വിധിച്ച സമരത്തിന്റെ വിത്ത് ഇന്ന് ബംഗാളിനെ എങ്ങനെ ഒരു വ്യവസായ ശ്മശാനമാക്കി മാറ്റി. ടാറ്റയെ ഓടിച്ച മമതയുടെ വിപ്ലവം ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ തന്നെ അന്ത്യകൂതാശയ്ക്ക് കാരണമാകുന്നത് എങ്ങനെയാണ്? കട്മണിയും സിൻഡിക്കേറ്റ് രാജ്യം കൊണ്ട് ബംഗാളിനെ തകർത്ത ഭരണാധികാരിക്ക് സിംഗൂറിലെ ജനങ്ങൾ വോട്ടിലൂടെ നൽകിയ 8ന്റെ പണി എന്തൊക്കെയാണ്? ഇന്ത്യയെ ഞെട്ടിച്ച ടാറ്റ സിംഗൂർ കേസിലെ അണിയറ രഹസ്യങ്ങളും മമതയുടെ രാഷ്ട്രീയ അഹങ്കാരത്തിന്റെ മേൽ വീണ കനത്ത പ്രഹരവും കൃത്യമായ ഡാറ്റകളോടെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ബംഗാൾ രാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തുന്ന ഒരു വലിയ സത്യത്തിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് പോകാം. വർഷം 2006. പശ്ചിമ ബംഗാളിൽ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയമാണ്. 3 പതിറ്റാണ്ടിലേറെയായി, ഏകദേശം 30 വർഷത്തോളം തന്നെ ബംഗാൾ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു കാര്യം മനസ്സിലായി: കേവലം കൃഷി കൊണ്ട് മാത്രം സംസ്ഥാനം രക്ഷപ്പെടില്ല, വ്യവസായങ്ങൾ വരണം. 30 വർഷം എടുത്തിട്ടാണ് അവരത് മനസ്സിലാക്കിയത് എന്ന് ഓർക്കണം. അങ്ങനെയാണ് അവർ ഇന്ത്യൻ വ്യവസായ ലോകത്തെ വിശ്വസ്തരായ ടാറ്റ ഗ്രൂപ്പിനെ ബംഗാളിലേക്ക് ക്ഷണിക്കുന്നത്. രത്തൻ ടാറ്റയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു നാനോ കാർ. ഇന്ത്യയിലെ സാധാരണക്കാരന് ഒരു 2 വീലറിന്റെ വിലയിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ 1 ലക്ഷം രൂപയുടെ കാർ. അന്ന് അത് ഇന്ത്യയിലെ തരംഗമായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. എന്തായാലും ഈ പ്രൊജക്ടിന് വേണ്ടി ഹൂഗ്ലി ജില്ലയിലെ സിംഗൂരിൽ 997 ഏക്കർ ഭൂമി ഇടതുപക്ഷ സർക്കാർ ഏറ്റെടുത്ത് ടാറ്റയ്ക്ക് ലീസിന് നൽകി. എല്ലാം ശുഭമായി നടക്കാനിരിക്കുകയാണ് അവിടെ ദീദിയുടെ എൻട്രി. അന്ന് പ്രതിപക്ഷത്തിരുന്ന മമതാ ബാനർജിക്ക് ഇതൊരു കനത്ത രാഷ്ട്രീയ ആയുധമായി തോന്നി. അങ്ങനെ കൃഷിഭൂമി കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കില്ല എന്ന വൈകാരിക നാടകത്തിലൂടെ മുദ്രാവാക്യവും ഉയർത്തി മമത രംഗത്തിറങ്ങി. കർഷകരുടെ കണ്ണീരൊപ്പാൻ ഇറങ്ങിയ മാലാഖയും ചമഞ്ഞ് അവർ സിംഗൂരിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി. വികസനത്തിന്റെ രാഷ്ട്രീയം എന്തെന്നറിയാത്ത കുറെ പാവം ജനങ്ങളെ അവർ വൈകാരികമായി ഇളക്കി വിട്ടു. ടാറ്റയുടെ ഫാക്ടറി നിർമ്മാണം അങ്ങനെ അവിടെ നടക്കുന്ന സ്ഥലത്ത് ചുറ്റും ആക്രമണങ്ങളും പ്രക്ഷോഭങ്ങളും അഴിച്ചുവിട്ട് അത് മുടക്കി നശിപ്പിച്ച കയ്യിൽ കൊടുത്തു. ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, ടാറ്റ ഗ്രൂപ്പ് എന്നാൽ ഗുണ്ടാ സംഘങ്ങളെ വെച്ച് ആളുകളെ ഒതുക്കുന്ന ഒരു കമ്പനിയല്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബിസിനസ്. അവർക്ക് അവരുടെ അന്തസ്സും മൂല്യങ്ങളും വലുതായിരുന്നു. സമരം അതിരുകടന്നതോടെ ജീവനക്കാരുടെ സുരക്ഷയും മുൻനിർത്തി ജനങ്ങളുടെ അഭിപ്രായത്തിന് വിലയും കൊടുത്ത് 2008 ഒക്ടോബർ 3 രത്തൻ ടാറ്റ ഒരു പത്രസമ്മേളനം വിളിച്ചു. ഒരൊറ്റ പ്രഖ്യാപനം കൊണ്ട് അദ്ദേഹം ഇന്ത്യയെ ഞെട്ടിച്ചു: ഞങ്ങൾ സിംഗൂർ വിടുന്നു, ഞങ്ങൾക്ക് താല്പര്യമില്ല. അന്ന് മമതാ ബാനർജി വിജയാഹ്ലാദം ഒക്കെ പ്രകടിപ്പിച്ചു, മധുരം വിതരണം ചെയ്തു. പക്ഷേ അവർക്ക് അറിയില്ലായിരുന്നു, അതിനുള്ള ബുദ്ധിയും ബോധവും ഇല്ലായിരുന്നു. അവർ കൊന്നുകളഞ്ഞത് സിംഗൂറിലെ ജനങ്ങളുടെ മാത്രമല്ല, പശ്ചിമ ബംഗാളിന്റെ തന്നെ വ്യാവസായിക വളർച്ചയും അവരുടെ ഭാവിയുമായിരുന്നു എന്ന്. അന്ന് സിംഗൂരിൽ പകുതി വെന്ത നിലയിൽ ഉപേക്ഷിക്കപ്പെട്ട ടാറ്റയുടെ പ്ലാന്റിന്റെ ദൃശ്യങ്ങൾ ആഗോള നിക്ഷേപകർക്കിടയിൽ ബംഗാളിനെ കുറിച്ച് ഉണ്ടാക്കിയ ഇമേജ് എന്താണെന്ന് അറിയാമോ? ബംഗാൾ വികസനത്തിന് കൊള്ളില്ല,
ഒരു വ്യാവസായിക ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ അതിനുള്ള ചുറ്റുപാടോ അവിടെ ഇല്ല. ബംഗാളിലേക്ക് നിക്ഷേപവുമായി പോകരുത്, അവിടെ മമതയുണ്ട്, അവിടെ വികസനം നടക്കില്ല. ഈ നെഗറ്റീവ് സന്ദേശമാണ് ലോകം മുഴുവൻ പ്രചരിച്ചത്. സിംഗൂർ സമരത്തിന്റെ മൈലേജ് വെച്ച് 2011 മമതാ ബാനർജി ബംഗാളിലെ മുഖ്യമന്ത്രി കസേരയിലേറി. അന്ന് കയറിയ കയറ്റം ഈ കൊല്ലമാണ് ഇറങ്ങിയത്. ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് അന്ത്യവും കുറിച്ച് മാ മാതി മനുഷ്യ, അമ്മ മണ്ണ് മനുഷ്യൻ എന്ന മുദ്രാവാക്യവുമായി വന്ന മമത ബംഗാളിനെ സ്വർഗമാക്കുമെന്നാണ് ആ പാവപ്പെട്ട ജനങ്ങൾ പ്രതീക്ഷിച്ചത്. എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ടാറ്റയെ ഓടിച്ച രാഷ്ട്രീയ വീരവാദം കൊണ്ട് കുറച്ചു കാലം പിടിച്ചു നിന്നെങ്കിലും വ്യവസായങ്ങൾ ഒന്നൊന്നുമായി ബംഗാൾ വിടാനൊരുങ്ങി. അങ്ങനെ ബംഗാൾ പൂർണ്ണമായും മമതയുടെ ഗുണ്ടാ സ്റ്റേറ്റായി മാറി. പുതിയ നിക്ഷേപകർ ബംഗാളിന്റെ അതിർത്തിയിലേക്ക് പോലും നോക്കാൻ ഭയന്നു. മമതയുടെ ഭരണത്തിൽ ബംഗാളിൽ വളർന്നു വന്നത് 2 പുതിയ വ്യവസായങ്ങളാണ്. ഒന്ന് കട്ട്മണി സംസ്കാരം, 2 സിൻഡിക്കേറ്റ് രാജ്. എന്താണ് ഈ കട്ട്മണി? ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്കിൽ കൂടി ഒന്നുകൂടി ആവർത്തിക്കാം. ബംഗാളിൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് ഒരു വീട് വെക്കണമെങ്കിൽ പോലും തൃണമൂൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾക്ക് കമ്മീഷൻ കൊടുക്കണം. എങ്ങനെയുണ്ട്? വികസനം തന്നെയല്ലേ? ഇതിനെയാണ് കട്ട്മണി എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് സിൻഡിക്കേറ്റ് രാജ് എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കാം. സിൻഡിക്കേറ്റ് രാജ് എന്നാൽ ഫാക്ടറികളോ നിർമ്മാണങ്ങളോ നടക്കുമ്പോൾ തൃണമൂൽ നേതാക്കൾ നിശ്ചയിക്കുന്ന ആളുകളിൽ നിന്ന് അവർ പറയുന്ന അമിത വിലയ്ക്ക് നിലവാരമില്ലാത്ത അസംസ്കൃത വസ്തുക്കൾ വാങ്ങണം. ഈ ഗുണ്ടാപ്പിരിവും അഴിമതിയും സ്ഥാപനവൽക്കരിക്കപ്പെട്ടതോടെ വ്യവസായ ലോകം ബംഗാളിനെ പൂർണ്ണമായും കൈവിട്ടു. ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനമായി മാറേണ്ടിയിരുന്ന കൊൽക്കത്തയും ബംഗാളും കേവലം തൊഴിലില്ലാത്ത യുവാക്കളുടെ കേന്ദ്രമായി മാറി. ബംഗാളിലെ ലക്ഷക്കണക്കിന് IT പ്രൊഫഷണലുകളും അതുപോലെ തൊഴിലാളികളും ജോലി തേടി പുറത്തേക്ക് പോയി. ബാംഗ്ലൂരുവിലേക്കും ഹൈദരാബാദിലേക്കും ചെന്നൈയിലേക്കും കേരളത്തിലേക്കുമൊക്കെ അങ്ങനെയുള്ളവർ കുടിയേറി. സാധാരണക്കാരൻ, വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവൻ കൂലിപ്പണിക്കൊക്കെയായി കേരളത്തിലേക്കൊക്കെ അതിഥി തൊഴിലാളികളായി വന്നു. അങ്ങനെ നാട്ടിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് പകരം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെ പേര് മാറ്റി സ്വന്തം പേരിൽ സ്റ്റിക്കർ ഒട്ടിച്ച് ജനങ്ങൾക്ക് സൗജന്യങ്ങൾ കൊടുക്കുന്ന പോപ്പുലിസ്റ്റ് രാഷ്ട്രീയമാണ് മമത പിന്നീട് പയറ്റിയത്. ടാറ്റയെ ഓടിച്ചതിലൂടെ താൻ വരുത്തിവെച്ച വൻ ദുരന്തം മറച്ചുവെക്കാൻ അവർ കിണഞ്ഞു പരിശ്രമിച്ചു. പക്ഷെ ജനങ്ങളെ എത്ര കാലം പറ്റിക്കാൻ പറ്റും? സിംഗൂറിലെ കർഷകർക്ക് മമത വാഗ്ദാനം ചെയ്തത് എന്തായിരുന്നു? ടാറ്റ പോയാലും അവിടെ സ്വർണം വിളയുമെന്ന്. എന്നാൽ യാഥാർത്ഥ്യം എന്തായിരുന്നു? നമുക്ക് പരിശോധിക്കാം. ടാറ്റയെ പുറത്താക്കിയ ശേഷം മമതാ സർക്കാർ സിംഗൂറിലെ ഭൂമി കർഷകർക്ക് തിരിച്ചു നൽകാൻ നിയമം നിർമ്മിച്ചു. ഇത് വലിയ നിയമ പോരാട്ടങ്ങളിലേക്ക് വഴിമാറി. ഒടുവിൽ 2016 സുപ്രീം കോടതി അന്നത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടി അസാധുവാണെന്ന് വിധിക്കുകയും ഭൂമി കർഷകർക്ക് തിരികെ നൽകാൻ ഉത്തരവിടുകയും ചെയ്തു. അന്ന് മമതയും കൂട്ടരും ഒക്കെ സുപ്രീം കോടതി വിധി വലിയ വിജയമായി ഒക്കെ ആഘോഷിച്ചു. ഫാക്ടറി കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി. അങ്ങനെ കോൺക്രീറ്റ് തൂണുകളൊക്കെ ഡൈനാമൈറ്റ് വെച്ച് തകർത്തു. അത്തരത്തിൽ എല്ലാം ക്ലീനായി അവിടെയെല്ലാം ചെയ്തു. പക്ഷെ ഇവിടെയാണ് വിരോധാഭാസം. പ്ലാന്റ് സ്ഥാപിക്കാനായി ടാറ്റ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ച കെമിക്കലുകൾ നിറഞ്ഞ ആ മണ്ണിൽ പിന്നീട് ഒരു പുല്ലുപോലും മുളച്ചില്ല എന്നതാണ് വാസ്തവം. വർഷങ്ങളോളം ഫാക്ടറി നിർമ്മാണം നടന്ന ഭൂമി വീണ്ടും കൃഷിയോഗ്യമാക്കുക എന്നതൊക്കെ അസാധ്യമാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധം ഈ മമതയ്ക്കില്ലായിരുന്നോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തങ്ങൾക്ക് ഭൂമി തിരികെ കിട്ടിയെന്ന് കർഷകർ സന്തോഷിക്കാം എന്നല്ലാതെ അതുകൊണ്ട് 1 രൂപയുടെ പ്രയോജനം പോലും ഉണ്ടായില്ല. കൃഷിയും നടന്നില്ല, വ്യവസായവും വന്നില്ല. പാവം കർഷകർ 2 വഞ്ചിയിലും കാലിട്ട അവസ്ഥയിലായി. കഥ അവിടെയും തീർന്നില്ല. മമതയുടെ അഹങ്കാരത്തിന് നിയമം നൽകിയ മറ്റൊരു പ്രഹരമാണ് അടുത്തത്. ടാറ്റ മോട്ടോഴ്സിന് സിംഗൂരിലുണ്ടായ ഭീമമായ നഷ്ടത്തിന് പശ്ചിമ ബംഗാൾ വ്യവസായ വികസന കോർപ്പറേഷൻ WBIDC നഷ്ടപരിഹാരം നൽകണമെന്ന് 2023 ഒക്ടോബറിൽ ഒരു ആർബിട്രേഷൻ ട്രിബ്യൂണൽ ഉത്തരവിട്ടു. വെറുതെയല്ല, 766 കോടി രൂപ, അതും 11% പലിശ സഹിതം. മമതയുടെ രാഷ്ട്രീയ കടുംപിടുത്തം കാരണം ബംഗാളിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് ഈ തുക പോകേണ്ടത്. ഈ കോടിക്കണക്കിന് രൂപ അവരുടെ തലയിലായി. ടാറ്റയ്ക്ക് പിഴയായി കൊടുക്കേണ്ടി വന്നതാണിത്. മമതയുടെ ഒരു വാശി കാരണം ബംഗാളിന് വ്യവസായ ഭാവിയെ നഷ്ടപ്പെട്ടു. യുവാക്കൾക്ക് തൊഴിലും നഷ്ടപ്പെട്ടു. ഇപ്പോൾ അവർക്ക് നഷ്ടപരിഹാരം എന്ന രീതിക്ക് ഇനി നികുതി വഴി അവർക്കുള്ള തുക അടയ്ക്കണം. ഒടുവിൽ സംസ്ഥാന ഖജനാവിൽ നിന്ന് കോടികൾ പിഴയും ഒടുക്കേണ്ടി വന്നു. ഇതിലും വലിയൊരു ഭരണപരാജയം വേറെ എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? കാലം മാറി, ജനങ്ങളുടെ ചിന്താഗതിയും മാറി. 20 വർഷം മുമ്പ് മമതയുടെ വൈകാരിക പ്രസംഗങ്ങളിൽ വീണുപോയ സിംഗൂറിലെ ജനങ്ങൾക്ക് ഇപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലായി കഴിഞ്ഞു.
അയൽ സംസ്ഥാനങ്ങളായ ഗുജറാത്തും ഉത്തർപ്രദേശും ഒക്കെ വ്യവസായങ്ങൾ കൊണ്ട് കുതിച്ചുയരുമ്പോൾ തങ്ങൾ മാത്രം എന്താണ് ഇങ്ങനെയെന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങി. അതിൻ്റെ മാറ്റമാണ് ഇപ്പോൾ പ്രതിഫലിക്കുന്നത്. അതിൻ്റെ മാറ്റമായിട്ടാണ് ടാറ്റയുടെ തിരിച്ചുവരവ്. സുവേന്ദു സർക്കാരിലൂടെ ബംഗാൾ ഇനി മാറുകയാണ്. ഇനി ബംഗാളിൽ നിന്നും അതിഥി തൊഴിലാളികളെയൊന്നും നമുക്ക് ലഭിക്കില്ല. അവർ ഇനി സുവർണ ബംഗാളായി മാറും. അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദിയാണ് ഇന്ന് ഈ ഗുജറാത്തിനെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചത്. ഇന്ന് സാനന്ദിലെ ടാറ്റ പ്ലാന്റ് ഗുജറാത്തിന്റെ സാമ്പത്തിക നട്ടെല്ലാണ്. ഇത് കാണുമ്പോൾ സിംഗൂറിലെ ജനങ്ങൾക്ക് ചോര തിളയ്ക്കാതിരിക്കുവോ? ഈ ജനവികാരത്തിന്റെ കൃത്യമായ പ്രതിഫലനമാണ് കഴിഞ്ഞ പശ്ചിമ ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. സിംഗൂർ മണ്ഡലത്തിലെ സിറ്റിംഗ് MLAയും മമത സർക്കാരിലെ പ്രമുഖ മന്ത്രിയുമായിരുന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് ബേചാറാം മന്നയെ ജനങ്ങൾ വോട്ടിലൂടെ വലിച്ചെറിഞ്ഞു, തൂത്തങ്ങ് കളഞ്ഞു. സിംഗൂർ സമരത്തിന്റെ മുൻപന്തിയിലുണ്ടായിരുന്ന മമതയുടെ വിശ്വസ്തനായ ബേചാറാം മന്ന BJP സ്ഥാനാർത്ഥിയോട് ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത്. ഇതാണ് മാറ്റം എന്ന് പറയുന്നത്. എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാമെന്നൊന്നും സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. അത് ഇപ്പോൾ മമതാ ബാനർജി പഠിച്ചു. അതുകൊണ്ടാണല്ലോ വക്കീൽ വേഷത്തിൽ നടക്കുന്നത്. എന്തായാലും അത് നല്ലതാണ്, പുതിയൊരു തൊഴിൽ കൈവശമുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ബംഗാളിന്റെ ഈ നല്ല മാറ്റത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.